തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് നാടിന്റെ വികസനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് UDF സർക്കാർ നടത്തുന്നതെന്ന് CPM ജില്ലാ സെക്രട്ടറി VP അനിൽ പറഞ്ഞു. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ പാൻ ബസാർ തിരൂർ. പദ്ധതി വിഹിതം തടഞ്ഞ UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ LDF പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മുനിസിപ്പൽ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഇത്തരം സമീപനം തിരുത്തണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. വികേന്ദ്രീകരണ ആസൂത്രണത്തിലൂടെ, ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാഷ്ട്രപിതാവ് സ്വപ്നം കണ്ടിട്ടുള്ള ഗ്രാമസ്വരാജ് എന്ന അർത്ഥത്തിലേക്ക് ഈ സ്ഥാപനങ്ങളെ കൊണ്ടുപോയി എത്തിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ആശയങ്ങളാണ് എന്നുള്ളത് പറയാൻ വേണ്ടി കഴിയും. എന്നാൽ കേരളീയ അഭിമാനത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഈ ജനകീയ സ്ഥാപനങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മണിമുഴക്കമാണ് UDF ഗവൺമെന്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്താ അവർ അധികാരത്തിൽ വന്നിട്ട് ചെയ്തിട്ടുള്ളത്? പ്ലാൻ ഫണ്ട് ഗണ്യമായ രൂപത്തിൽ വെട്ടിക്കുറച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിരുന്ന 10,189 കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചതാണ്. ആ ഫണ്ട് മാസങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്നിട്ടുള്ള ഇവർ 1,533 കോടി അതിൽ നിന്ന് വെട്ടിക്കുറച്ച് 8,534 കോടിയിലേക്ക് അത് കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ്. പൊന്നാനി താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുൻവശം സമാപിച്ചു. VP ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി, നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, P ഇന്ദിര എന്നിവർ സംസാരിച്ചു. MA ഹമീദ് സ്വാഗതവും എവറസ്റ്റ് ലത്തീഫ് നന്ദിയും പറഞ്ഞു. പ്രകടനത്തിന് രജീഷ് ഉപ്പാല, AK ജബ്ബാർ, UK അബൂബക്കർ, PV ലത്തീഫ്, MK സുരേഷ് ബാബു, ബിന്ദു സിദ്ധാർത്ഥൻ, PK കുഞ്ഞു മുഹമ്മദ്, K ദിവാകരൻ, M പ്രസീദ്, PP മുജീബ് റഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി.